പാർട്ടി ലീഡർഷിപ്പുമായും. ആയിരക്കണക്കിന് ചെറുപ്പക്കാര് ഇതുമായി ജീവിച്ചൊരു പട്ടിണിയിലാണ്. 4ഉം 5ഉം 10ഉം തൊഴിലാളികൾ കൂടിയിട്ട് ഒരു പിക്കപ്പ്, ഒരു ടിപ്പർ, ചെറിയ ടിപ്പർ വാങ്ങും. 50,000 1 ലക്ഷമോ ഉണ്ടായി ഒരു 4 5 ലക്ഷം രൂപ മുടക്ക് വരുന്ന വണ്ടിക്ക് 1 ലക്ഷം മുടക്കി 10 പാവപ്പെട്ട ചെറുപ്പക്കാര് 4 ലക്ഷമോ 5 ലക്ഷമോ ലോൺ എടുത്ത് ഈ വണ്ടി വാങ്ങി. അവർക്ക് അവരെ തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അവരുടെ പലരുടെയും, എന്റെ വീടിന്റെ ചുറ്റും അന്വേഷണം നിങ്ങൾക്ക് അറിയാം എത്ര ആൾക്കാരുടെ വീട് പോയിട്ടുണ്ടെന്ന്. എന്താ വരാത്തത്? ഇവിടുത്തെ ക്രഷർ മുതലാളിമാർ, വൻകിട ക്രഷർ മുതലാളിമാരുടെ എംസാൻഡ് ഇവിടെ വിറ്റുപോകണം. അവരുമായിട്ടുള്ള ധാരണയാണ്, നെക്സസ് ആണ്. ആ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് ഈ പ്രദേശത്തെ പാവപ്പെട്ടവരുടെ വയറ്റത്തടിച്ചപ്പോൾ ഞാനത് സംസാരിച്ചിട്ടുണ്ട്, നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ആ പാവപ്പെട്ടവർക്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ അധിക പ്രസംഗി. ആ പ്രസംഗം എനിക്ക് തുടരാതിരിക്കാൻ പറ്റുമോ? ഓരോ മേഖലയെടുത്ത് നിങ്ങൾ പരിശോധിക്കുക. ഈ വനമേഖല എന്താ സ്ഥിതി? ഇപ്പൊ കാളികാവില് കടുവയെ പിടിക്കാൻ വെച്ച കൂട്ടിൽ പുലി കുടുങ്ങിയിരിക്കുന്നു. കടുവയെ കൊടുക്കാൻ വെച്ച കൂട്ടിൽ വേറെ ഏതൊരു പുലി വന്ന് കയറിയിരിക്കുന്നു. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ നിങ്ങള്. ഇന്ന് പാലക്കാട് ജില്ലയിൽ ആന ചവിട്ടി കൊന്നിരിക്കുന്നു. നിരന്തരമായി ഈ ഗവൺമെന്റിനോട് ഞാൻ പറഞ്ഞ വിഷയമാണ്. ഈ മലയോര കുടിയേറ്റ മേഖലയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗവുമില്ല. 10 സെന്റില് ഒരു കപ്പ കൃഷി പോലും ചെയ്യാൻ വയ്യ. ഗവൺമെന്റ് ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കണം. ആ പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുന്നതിന് പകരം ഗവൺമെന്റ് ചെയ്തെന്താ? കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഒരു പുതിയ ബില്ല് കൊണ്ടുവരിക. എന്തിനാ? ഫോറസ്റ്റിന് പുതിയ അധികാരങ്ങള്, പോലീസിന്റെ അധികാരം ഫോറസ്റ്റിന് കൊടുക്കാൻ പോകുന്നു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അറസ്റ്റ് ചെയ്യുന്ന പ്രതികളെ DFOയുടെ മുന്നിൽ ഹാജരാക്കി അവരുടെ ലോക്കപ്പ് ചെയ്യാനുള്ള നിയമം 2 വർഷം മുമ്പ് കേരളയില് പുതിയ ഫോറസ്റ്റ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾക്കറിയാം. അത് പോലീസ് സ്റ്റേഷനേക്കാളിലും വലിയ ലോക്കപ്പ്. ഞാൻ അന്ന് മന്ത്രിയോട് ചോദിച്ചത് എന്തിനാ അത് ചെറിയ മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഒരു പോലീസിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്താൽ SP-യുടെ മുമ്പിലല്ല ഹാജരാക്കേണ്ടത്, കോടതിയുടെ മുമ്പിലാ. അതിനെയും മറികടന്ന്, ഇന്ത്യയിൽ എവിടെയില്ല കേട്ടോ, അതിനെയും മറികടന്നിട്ട് കോടതിയുടെ അധികാരം പോലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്ന അമെന്റ്മെന്റ് ആരെങ്കിലും ഉണ്ടിയോ? കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞോ? രണ്ടാമത്തെ കാര്യം, കുടിവെള്ളം. ഈ 44 പുഴകളിലും തോടുകളിലുമാണ് ഈ നാട്ടിലെ ജനം മുഴുവൻ വെള്ളം കുടിക്കുന്നത്. അതിന്റെ അധികാരം എടവണ്ണ പഞ്ചായത്തിന്റെ പരിധിയിലൂടെ കടന്നു പോകുന്ന ചാലിയാർ പുഴയുടെ അധികാരം ആ പഞ്ചായത്ത് പരിധിയിൽ പഞ്ചായത്തിനാണ്. അവർക്ക് അവിടെ കുടിവെള്ള പദ്ധതി ഉണ്ടാക്കാം, എന്തും സ്ഥാപിക്കാം, കർഷകർക്ക് എടുക്കാം. അങ്ങനെ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ കുടിക്കുന്ന വെള്ളം ഇതുമായി ബന്ധപ്പെട്ടതാണ്. അത് പൊതുസ്വത്താണ്. ആ പൊതുസ്വത്ത് ഇവർക്ക് കൈമാറാണ്. എന്താ വാദം അമെന്റ്മെന്റില്? ഈ പുഴകൾ ആരംഭിക്കുന്നത് ഈ പറയുന്ന ഫോറസ്റ്റിലാണ്. ഉത്ഭവം ഫോറസ്റ്റിലായതുകൊണ്ട് അത് അറബിക്കടലിൽ എത്തുന്നവരെയുള്ള വെള്ളത്തിന്റെ അവകാശം ഞങ്ങൾക്കാണ്. ലോകത്തെവിടെയും കേൾക്കൂല. ആ നിയമത്തിനെതിരെ പോരാട്ടം നടത്തി അതിന്റെ സമരത്തിന്റെ ഭാഗമായി ജനങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ട് തൃണമൂൽ കോൺഗ്രസ് ഈ വയനാട്ടിൽ ഒരു ജാഥ നടത്തി. ആ ജാഥയുടെ സമാപനം നിലമ്പൂരായിരുന്നു. ആ സമാപനത്തിന് വരുമ്പോഴാണ് മണി എന്ന് പറയുന്ന കരുളായിലെ പാവപ്പെട്ട ST വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരനെന്ന് ആന ചവിട്ടിക്കൊള്ളും. സ്വാഭാവികമായി ഞങ്ങളൊരു സമരത്തിന് ഫോറസ്റ്റ് ഓഫീസിലേക്കല്ലാതെ വേറെ അങ്ങോട്ടാ പോവാ? അവിടെ പ്രതിഷേധിച്ച ഞങ്ങളെ ഒരു സ്റ്റൂളും 2 ലൈറ്റും 350 റുപ്പികന്റെ കേടുവരുത്തി എന്ന് പറഞ്ഞ് എന്നെ ജയിലിലടച്ചു. നിങ്ങൾ കണ്ടതാ, രാത്രി 12 മണിക്ക് ഇവിടുന്ന് എന്നെ പിടിച്ചുകൊണ്ടുവന്ന്. ഒരാൾ മിണ്ടിയോ? ഇപ്പൊ അവിടെ നടക്കുന്ന സ്ഥാനാർത്ഥികളുണ്ടല്ലോ, ഞാൻ അതിലേക്ക് വരാം, ഞാൻ അതിപ്പോ പറയുന്നില്ല. ഒരാൾ മിണ്ടിയോ? ഈ വിഷയങ്ങൾ മുഴുവൻ ഇവിടെ അതിനെതിരെ സംസാരിക്കുമ്പോൾ അൻവർ ഔട്ട്സ്പോക്കൺ ആണ് അല്ലെ? എങ്ങനെയാണ് ഈ സുജിത് ദാസ് മാറിയതിന് ശേഷമുണ്ടായിരുന്ന ശശിധരനുമായി ജില്ലാ പോലീസ് സൂപ്രണ്ട് ഞാൻ തെറ്റുന്നത്? ഇവിടെ 4 സെന്റ് ഭൂമിയിൽ ലൈഫ് പദ്ധതിയിൽ വീട് വെക്കുന്ന പാവപ്പെട്ടവന് 2 ബക്കറ്റ് മണ്ണ് ആ തറയിലിടാൻ ഇവർ സമ്മതിക്കില്ല. ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ലൈഫ് പദ്ധതി തടസ്സപ്പെട്ടു. എന്താ? മണ്ണിട്ടല്ലേ ബാക്കി ജോലി ചെയ്യാൻ പറ്റൂ.
അതിലേക്ക് മണ്ണടിക്കുന്ന വാഹനങ്ങൾ മാത്രം തെരഞ്ഞു പിടിക്കുക പോലീസ്. സാധാരണ SIന്റെയും CIന്റെയും കാര്യമല്ല പറയുന്നത് കേട്ടോ, SP ഓർഡറാ. പോലീസുകാർക്ക് ഒരു നിവൃത്തിയില്ല. ഇത് ഞാൻ ചോദ്യം ചെയ്തു. ഈ പറയുന്ന ശശിധരൻ SP-യുമായി ഞാൻ വാക്കേറ്റമുണ്ടായി. ഇപ്പൊ LDFന്റെ കയ്യിലാണല്ലോ അമരമ്പലം പഞ്ചായത്ത്. ഞാനന്ന് അവരെ കൂടെയാണല്ലോ. ആ പ്രസിഡന്റും കുഞ്ഞിപ്പും വൈസ് പ്രസിഡന്റും പ്രതിപക്ഷ അംഗങ്ങളും അടക്കമുള്ള മുഴുവൻ പഞ്ചായത്ത് അംഗങ്ങൾ ഞാൻ പോയി, നിങ്ങൾ SP-നെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞ മറുപടി? സമ്മതിക്കൂല. ആ പാവപ്പെട്ടവനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ നിലമ്പൂർ കൂടെ പോകുമ്പോൾ നോക്കൂ, എല്ലാ കൊമേഴ്സ്യൽ സ്ഥലങ്ങളും പാടങ്ങളും മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല. ഈ 4 സെന്റുകാരന് ഗതി കെട്ടിട്ട് നാട്ടുകാരുടെ സഹായത്തോട് കൂടിയിട്ട് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഈ 4 ലക്ഷം വെച്ച് ജനങ്ങൾ കൂടി തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന വീടുക്ക് 2 ബക്കറ്റ് മണ്ണിടാൻ ഇവര് സമ്മതിക്കൂല. ആ മണ്ണിടണമെങ്കിൽ പെർമിറ്റ് എടുത്ത് മണ്ണടിക്കുന്ന ഇവിടുത്തെ മാഫിയകളോട് മണ്ണടിക്കാൻ പറയണം. ഒരു തറ ഫില്ല് ചെയ്യണമെങ്കിൽ 25,000 കൊടുക്കണം അവന്റെ അടുത്ത് മണ്ണെടുക്കണമെങ്കിൽ. ആ തൊട്ട അയൽവാസി ഇതാ ഇവിടുന്ന് ബക്കറ്റിൽ 2 മണ്ണെടുത്തോ എന്ന് പറഞ്ഞാൽ പറ്റൂല. ഇതാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഞാനത് നിർത്തണോ? അപ്പൊ ഞാൻ ഇനിയും സംസാരിക്കും. അപ്പോ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമോ ഞാൻ UDFന്റെ അകത്ത് വന്നാലും അൻവർ ഇത് തന്നെയാണ്. ഇവർക്ക് പല ഏർപ്പാടും ഉണ്ടാകും. ചില ആളുകൾക്ക് അവർക്ക് ഞാൻ നാളെ തടസ്സമാകും. അപ്പൊ എന്താ, എന്നെ ഫിനിഷ് ചെയ്യണം. അപ്പൊ ഞാൻ രംഗത്തുണ്ടാകാൻ പാടില്ല. ഇപ്പൊ എന്താ അവര് പറയുന്നത്? ഞാൻ ഷൗക്കത്തിനെ അംഗീകരിച്ചില്ല, സ്ഥാനാർത്ഥിനെ അംഗീകരിച്ചു. ഞാൻ എന്താ പറഞ്ഞത്? തലേ ദിവസം UDF നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയായാലും അടിവരട്ടു, ഏത് ചെകുത്താനായാലും നമ്മളെ പ്രയോഗമാണ്. ചെകുത്താൻ എന്ന് അത്തരം ഘട്ടത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ആരായാലും നിർബാധം എന്നർത്ഥം വരുന്ന വാക്കാ. ഞാൻ പറഞ്ഞതല്ലേ, 5 മാസമല്ലേ എന്നെ ഈ വാലിൽ കെട്ടി നടക്കുന്നത്. ഞാൻ എന്നെ UDFൽ കൂട്ടണമെന്ന് പറഞ്ഞു പോയതല്ല. UDFന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാര് എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞതാ. അതിന് മുൻകൈ എടുത്തത്